വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ 7th ചാപ്റ്റർ ആണ്. SCRT പാഠഭാഗങ്ങളുടെ ഭാഗമായിട്ട് പഠിക്കണേ. മണലാരണ്യത്തിലൂടെ എന്നുള്ളതാണ് ആ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ചാപ്റ്ററിലെ മരുഭൂമികൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പർവ്വതങ്ങള്, മണ്ണുകള്, അല്ലെ, ഉത്തരമഹാസമതലം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഇന്ത്യയുടെ കാലാവസ്ഥ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ മരുഭൂമികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. മരുഭൂമി മാത്രമല്ല, വേറെ കുറെ അധികം ഭാഗങ്ങൾ ഉണ്ട്. ക്ലാസ്സിലേക്ക് കടന്നാലോ? എന്നാ, എന്താണ് മരുഭൂമികൾ? 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ നമ്മൾ മരുഭൂമികൾ എന്ന് വിളിക്കുന്നു. 25 സെന്റിമീറ്ററിൽ താഴെ എന്ത് ലഭിക്കുകയാണ്? അവിടെ വാർഷിക മഴ ലഭിക്കുകയാണ് കേട്ടോ മക്കളെ. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താ പറയുന്നത്, മരുഭൂമികളെ പൊതുവായിട്ട് നമ്മൾക്ക് രണ്ടായി തരംതിരിക്കാം. മരുഭൂമികൾ എങ്ങനെയൊക്കെ? ശീത മരുഭൂമികൾ എന്നും ഉഷ്ണ മരുഭൂമികൾ എന്നും രണ്ടായി തിരിക്കാം. ധ്രുവപ്രദേശങ്ങളിലും മിത ശീതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ ശീത മരുഭൂമികൾ എന്ന് പറയുന്നു. അതായത് പർവ്വതങ്ങളും അതുപോലെ തന്നെ ഉയർന്ന പീഠഭൂമികളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഫുൾ ടൈം എന്തായിരിക്കും? അതായത് ഒരു വർഷത്തിലെ 365 ദിവസവും മഞ്ഞു മൂടി കിടക്കും. അത്തരം പ്രദേശങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ശീത മരുഭൂമികൾ എന്ന് വിളിക്കും. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. അതായത് പകൽ താപനില ഉയർന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പകല് സമയത്ത് നല്ല ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങള് ഉഷ്ണ മരുഭൂമികള്. ഇവിടെ പക്ഷേ രാത്രി എന്തൊക്കെയുള്ളൂ? ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് നോക്കൂ. ഇംഗ്ലീഷിൽ എന്താണ് ഡെസേർട്ട് എന്ന പേരുണ്ടായത്? മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ എന്താ പേര്? ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നാ വിളിക്കണേ അല്ലേ? അത് എന്താണ്? ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഓർക്കണം, ലാറ്റിൻ പദമാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നതാണ് ഇതിന്റെ അർത്ഥം. മരുഭൂമികളെ കുറിച്ചുള്ള പഠനമാണ് എറമോളജി. എന്താണ് എറമോളജി? ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മരുഭൂമികളെ കുറിച്ചുള്ള പഠനം. അടുത്തത് നോക്കുക. മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. ദൈനിക, അങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാട്ടോ. ദൈനിക താപാന്തരം വളരെ കൂടുതലാണ് ഇവിടെ മരുഭൂമികളിൽ കേട്ടോ. ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണ മരുഭൂമിയുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ താർ മരുഭൂമി എന്ന ഈ ഉഷ്ണ മരുഭൂമിയെ നമുക്ക് വിളിക്കാം കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ വിശാലമായ ഉഷ്ണ മരുഭൂമിയുടെ പേരാണ് എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ താർ മരുഭൂമി. ഇനി താർ മരുഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള അതിരുകള്. താർ മരുഭൂമി വടക്ക് ഭാഗത്ത് സത്ലജ് നദീതടം, തെക്ക് ഭാഗത്ത് റാൻ ഓഫ് കച്ച്, പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദി, കിഴക്ക് ആരവല്ലി മലനിരകളൊക്കെയാ കാണണേ. ഇതിങ്ങനെ നോക്കുമ്പോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ എവിടെയാ കിടക്കണേ? താർ മരുഭൂമി ഈ ഭാഗത്താ കിടക്കണേ. താർ മരുഭൂമിയിലെ നോക്കിയേ, ആരവല്ലി നിരകള്, റാൻ ഓഫ് കച്ച്, സിന്ധു നദീതടം, സത്ലജ് നദീതടം, അതിന്റെ ഒക്കെ ഇടയിലായിട്ട് എന്ത് കിടക്കുകയാണ്? താർ മരുഭൂമി കിടക്കുകയാണ്. ക്ലിയർ ആയോ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് താർ മരുഭൂമി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇത്രേ താർ മരുഭൂമിയുടെ സ്ഥാനം. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ്. അത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാ. താർ മരുഭൂമിയുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ്. കൂടാതെ ഹരിയാനയും പഞ്ചാബും ഗുജറാത്ത് എന്നിവിടങ്ങളിലൊക്കെ കുറച്ചുണ്ട്. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും താർ മരുഭൂമിയുടെ തുടർച്ച നമുക്ക് കാണാം. പാകിസ്ഥാനിലും താർ മരുഭൂമിയുടെ തുടർച്ച കാണാത്രേ. താർ മരുഭൂമിയുടെ സ്ഥാനം, വ്യാപ്തി എന്നിവ മനസ്സിലാക്കിയല്ലോ നിങ്ങള്. ഇനി നമുക്ക് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായത് എന്താണ് എന്ന് മനസ്സിലാക്കാം. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ്. അതിന്റെ കാരണം എന്താ?
ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ നമ്മള്? അങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാൻ പ്രദേശത്ത് പ്രവേശിക്കുന്നില്ല. രാജസ്ഥാന്റെ ഉൾഭാഗത്തേക്ക് അത് എത്തുന്നില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നാ പറയണേ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി നോക്കുക. അപ്പൊ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തും. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്ത് കിട്ടില്ല? മഴ കിട്ടില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോത്, വരണ്ട കാറ്റ്, മഴ പെയ്യാനുള്ള സാധ്യത ഇതൊക്കെ കുറയ്ക്കുന്നു. നല്ല തണുത്ത കാറ്റല്ലേ മഴ പെയ്യാനുള്ള സാധ്യത കൂട്ടണേ. ഇവിടെ വരണ്ട കാറ്റാണ്, ബാഷ്പീകരണാച്ച ഭയങ്കര കൂടുതലും. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഊഷര മണലാരണ്യമായി മാറുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം അല്ലെ. ഇതെല്ലാമാണ് താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. ഭൂമിശാസ്ത്രപരമായി നമുക്ക് താർ മരുഭൂമിയെ എങ്ങനെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം? മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മരുസ്ഥലി എന്ന് പറഞ്ഞാൽ വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞാലോ അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം. മരുസ്ഥലിയുടെ പ്രത്യേകത നോക്കൂ. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി. അപ്പൊ മരുസ്ഥലിയിലെ ഗ്രാനൈറ്റ് ശില, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയ ശിലകളാണ് കാണപ്പെടുന്നത്. ഇത്തരം ശിലകളെ തടശിലകൾ എന്ന് വിളിക്കുന്നു. അപ്പോ അത്തരം ഏരിയയാണ് മരുസ്ഥലി. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 250 മീറ്റർ വരെയാണ്. 200 മുതൽ 250 മീറ്റർ വരെ. മീറ്റർ കണക്കൊന്നും ആവശ്യമില്ല. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറു ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ദ്രിയാൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്തുണ്ടാവാറുണ്ട്? മരുസ്ഥലിയില് എന്തുണ്ടാകാറുണ്ട് എന്നാ പറയണേ? മണൽക്കൂനകൾ ഉണ്ടാവാറുണ്ട്. ആ മണൽക്കൂനകളെ ദ്രിയാൻ എന്ന് വിളിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ചോദിച്ചെത്തുന്നതിന് മുമ്പ് മാഗ്മ, ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപശിലകൾ ഗ്രാനൈറ്റ് ശില. ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപ മർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്നതാണ് നൈസ് ശില. അടുത്തത് മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കുക. എന്താ കായാന്തരീകരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉയർന്ന താപവും മർദ്ദവും കൊണ്ടൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുക. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഷിസ്റ്റുകൾ. ഇത് മൂന്നും പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. ഏതൊക്കെ? ഗ്രാനൈറ്റും നൈസും ഷിസ്റ്റും. അടുത്ത നോക്കൂ, രാജസ്ഥാൻ ബാഗർ എന്താന്ന്? ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചു കിടക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ബാഗർ. ഹ്രസ്വകാല നീരൊഴുക്ക് നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. അതായത് നോക്കിയേ, അതായത് കുറച്ച് ഹ്രസ്വകാല നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചു നാൾ മാത്രം നീരൊഴുക്കുള്ള കുറെ അരുവികള് ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്നുണ്ട്. ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂയിഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. അപ്പോ ഇവിടുത്തെ ഫലഭൂയിഷ്ടമായ തുരുത്തുകളുടെ പേരാണ് രോഹി ട്ടോ. ഇനി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്, എല്ലാവർക്കും അറിയാം റാൻ ഓഫ് കച്ച് എവിടെയാണെന്ന്. കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട നദിയാണ് ലൂണി. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ലൂണി. എന്താണ്? അതുപോലും കാലികമായി മാത്രം നീരൊഴുക്കുന്നു പറഞ്ഞാൽ ചില പ്രത്യേക കാലങ്ങളിൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന്. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് നോക്കിക്കോളോ. ലൂണി നദിയുടെ
വടക്കുള്ള മണൽ പരപ്പ് താലി എന്നറിയപ്പെടുന്നു. ലൂണി നദിയുടെ വടക്കു ഭാഗത്തായിട്ട് ഒരു മണൽ പരപ്പുണ്ട്. അതിന്റെ പേരെന്താ അത്രേ? താലി എന്നാണ്. എന്താണ്? താലി ട്ടോ. ഇനി ലൂണി നദി അജ്മീർ ഉത്ഭവിക്കുന്നു. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ലൂണി ഉത്ഭവിക്കുന്നു. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ വെള്ളം ഉണ്ടാവുള്ളൂ, നീരൊഴുക്ക് ഉണ്ടാവുള്ളൂ. ലിൽ റി ലിൽ റി, സുക്രി, ജവായി എന്നിവയാണ് ഇതിന്റെ പോഷക നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പദം എന്താ പറയാ പേര് കിട്ടിയത്. ലവണവാരി ലവണവാരി എന്ന എന്ത് പദം? സംസ്കൃത പദം. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി എവിടെ ഒഴുകി ചെല്ലുന്നു? റാൻ ഓഫ് കച്ചിൽ ഒഴുകിയെത്തുന്നു എന്ന് മനസ്സിലാക്കുക. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് സാമ്പർ തടാകം. സാമ്പർ തടാകം ചോദിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാമ്പർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാ കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റു പ്രധാന തടാകങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിച്ചതാണ് കേട്ടോ. ഈ തടാകങ്ങളെ ഉപ്പ് ഉൽപാദനത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്നു. കണ്ടു അവിടെ സാമ്പർ തടാകത്തിലെ ഉപ്പളം നമ്മൾ കാണുന്നുണ്ട് അല്ലെ, ഉപ്പ് ഉൽപാദിപ്പിക്കുന്നത്. അടുത്തത് നോക്കുക. ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് താഴെ 2 ചിത്രങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണ മരുഭൂമിയിൽ സാധാരണയാണത്രേ. ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണ മരുഭൂമിയിൽ പതിവാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയെ അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് ഡിഫ്ലേഷൻ അഥവാ അപവഹനം എന്ന് വിളിക്കുന്നു? ഒരേ ദിശയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയുടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു. ഇവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഡിഫ്ലേഷൻ ഹോളോസ്? അപവഹന ഗർത്തങ്ങൾ ദേ ഇവിടെ കാണുന്നു കേട്ടോ. ചെറിയ ചെറിയ കുഴികളാണ് ഇവിടെ എന്ന് പറയുന്നു അല്ലെ. ഇനി അടുത്തത് നോക്കൂ. ശക്തമായ കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്ന അപരദന പ്രക്രിയയെ നമ്മൾ അപഘർഷണം എന്ന് വിളിക്കുന്നു. അപ്പൊ കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമിയിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ എന്താണ് തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺശിലകൾ എന്ന് വിളിക്കുന്നു. ഈ കൂൺശിലകൾ ദേ ഇവിടെ കാണാം അല്ലെ. കൂൺശിലകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്തു നോക്കൂ. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലാണ്ട് 2 പ്രാവശ്യം കാറ്റടിക്കുമ്പോഴേക്കും കൂൺശിലയൊന്നും ഉണ്ടാവില്ല എന്ന്. കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുകയും ചെയ്യുന്നു. ഇനി കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയയിലൂടെ താർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പമുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നത് നമ്മൾ പല ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കി. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകുമ്പോഴോ താഴേക്ക് വീഴും. അത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മണൽമേടുകൾ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? മണൽമേടുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ മണൽമേടുകളും നമ്മൾ കണ്ടില്ലേ? മണൽമേടുകള് അത് കാണാം അല്ലെ. ഇനി അടുത്തത് നോക്കൂ. ഇനി കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയയിലൂടെ ഥാർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിലാണ് മണൽമേട് പറഞ്ഞത്. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയയിൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽ കൂനകളാണിവ. ഥാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധതരം മണൽമേടുകളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? എന്താ അതിന്റെ പേര്? ഒന്ന് ബർക്കൻസ്,
ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേട്. അടുത്തത് എന്താണ്? പാരാബോളിക് മണൽമേടുകൾ. അടുത്തതിന്റെ പേരെന്താ മക്കളെ? സീഫുകൾ. അടുത്തത് അനുദൈർഘ്യ മണൽമേടുകൾ. അടുത്തതിന്റെ പേരെന്താണ്? രേഖീയ മണൽമേടുകൾ. അടുത്തത് വിലങ്ങൻ മണൽമേടുകൾ. കണ്ടോ? കാറ്റിന്റെ ദിശ, വേഗത എന്നിവയ്ക്ക് അനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. മരുഭൂമികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം വരണ്ട മണലാരണ്യമല്ല, എന്നാൽ മരുഭൂമികളുടെ ചില ഭാഗങ്ങളിൽ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് അതിനെ മരുപ്പച്ചകൾ എന്ന് വിളിക്കാം. ആ മരുപ്പച്ചകളിലേക്ക് കടക്കാം. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെ നമ്മൾ മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നു. പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭ ജല സ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. പ്രകൃതിദത്ത നീരുറവുകളാലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭ ജല സ്രോതസ്സുകളാലോ മരുപ്പച്ചകൾ രൂപപ്പെടുന്നു. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെ മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നു. പരുത്തി, നാരകീനത്തിലുള്ള സസ്യം, പഴവർഗം, ഗോതമ്പ്, ചോളം എന്നിവയൊക്കെ മരുപ്പച്ചയില് കൃഷി ചെയ്യാൻ പറ്റുന്ന പറയണേ. ഇനി കാലാവസ്ഥ നോക്കൂ. അതായത് ഇത് ഒരു രാജസ്ഥാനിലെ ഓരോ ജൂണിലും മെയ്യിലും ജനുവരിയിലും ഒക്കെ കൊടുത്തിരിക്കുന്ന കാലാവസ്ഥയാണ് കേട്ടോ. അതായത് ജൂണിൽ പറയാണ് കുടിവെള്ളത്തിന് എന്താണ് കടുത്ത ക്ഷാമം അല്ലെ. അതുപോലെ മെയ് മാസത്തിൽ എന്താ പറയണേ? പൊടിക്കാറ്റ് ഭയങ്കരമാണ്, ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ജനുവരിയിലാവുമ്പോ എന്താ പറയണേ? രാജസ്ഥാനിലെ 5.6 ഡിഗ്രി സെൽഷ്യസിൽ മരവിച്ചു അല്ലെ. അങ്ങനെ പല സമയത്ത് പല കാലാവസ്ഥ അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്ന്. താർ മരുഭൂമിയിലെ വേനൽക്കാലത്തുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കൊടുത്തിരിക്കണേ. കണ്ടോ? അപ്പൊ മാർച്ച് മാസത്തോടെ താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബീക്കാനീർ, അതുപോലെ ജയ്സാൽമീർ എന്നിവ ഏറ്റവും കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി തൊട്ട് 45 ഡിഗ്രി വരെ ഇവിടെ ഉണ്ടാവുന്നു. അപ്പൊ ഈ കാലയളവിൽ അന്തരീക്ഷത്തിലെ ആർദ്രത കുറവാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. ഈ ലൂ എന്ന ഉഷ്ണക്കാറ്റ് രാജസ്ഥാനിൽ വീശുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ അത് പഠിച്ചിട്ടുമുണ്ട്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിൽ മഴക്കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ മഴയെ അവിടെ കിട്ടാറുള്ളൂ. ആരവല്ലി നിരകൾക്ക് കിഴക്ക് ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴ 25 സെന്റിമീറ്ററിലും കുറവാണ് എന്ന് മനസ്സിലാക്കുക. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. താർ മരുഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല. ഡിസംബർ മാസത്തോടെ താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. എന്താണ് തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് ട്ടോ. ഇനി ബീക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ഇനി മണ്ണ്, അതായത് മരുഭൂമി മണ്ണ്, മരുഭൂമിയിൽ വരണ്ട മണ്ണ് അല്ലെങ്കിൽ മരുഭൂമി മണ്ണാണ്. താർ മരുഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അതിവിശാലമായ മണൽ പരപ്പുകളാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനം അറിയപ്പെടുന്നത്. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയും ഉള്ളതാണ് മരുഭൂമി മണ്ണ്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. ഇതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതുമാണ്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിന് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് സസ്യജാലങ്ങൾ. മാംസളമായ കാണ്ഡത്തോടു കൂടിയും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾ ചെടികളെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ? താർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവർഗമാണിത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. മുൾച്ചെടി, കുറ്റിക്കാട്. വരൾച്ചയെ പ്രതിരോധിക്കുന്ന അറബിക് അക്കേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നു എന്ന് മനസ്സിലാക്കുക. ജന്തുജാലങ്ങൾ. മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിക്കുന്ന
ആ ഒട്ടകം ലാസ്റ്റ് ഗ്രേഡിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം എന്താണ് നിരവധി ഇനം പക്ഷികളുടെയും മൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും താർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. ഉരകങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൾക്കൺ, പുള്ളിപ്പരുന്ത് എന്നിവ താർ മരുഭൂമിയിലെ ജീവികൾ ഉൾപ്പെടുന്നു. പഠിക്കണം. ഉരകം, തേള്, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൾക്കൺ, പുള്ളിപ്പരുന്ത്. ഈ ഫാൾക്കൺ ഒക്കെ പ്രധാനമാണ് കേട്ടോ. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്നു. ഇനി ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് താർ മരുഭൂമി. താർ മരുഭൂമിയിൽ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. വരൾച്ച കൂടുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശത്തേക്ക് മാറി താമസിക്കാറുമുണ്ട്. ഇനി അടുത്തത് ഇവിടുത്തെ കൃഷിയാണ് പറയുന്നത്. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യമല്ല. എന്താ പറയാ, ജലം വളരെ അത്യാവശ്യമല്ലേ, വരൾച്ചയല്ലേ അവിടെ കൂടുതലായുള്ളത്. അപ്പൊ വളർച്ചാ ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകൾ വേണമെങ്കിൽ കൃഷി ചെയ്യാം. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷി ചെയ്യുന്നതാണ് ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവ. ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്നറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്നതാണ്. വളരെ പ്രധാനമാണ്. രാജസ്ഥാൻ കനാൽ എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതിക്ക് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ, എവിടെ നിന്ന്? പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബീക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിനും മുതൽക്കൂട്ടായി. മൃഗപരിപാലനം. മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധവരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. അതിനാൽ മൃഗപരിപാലനം തൊഴിലാക്കിയവർ ഏറെയാണ്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണ്. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം എന്നിവയാണ് പ്രധാന വളർത്തു മൃഗങ്ങൾ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിലെ മാർബിൾ ഷോപ്പുകളുടെ പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. മക്രാന ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവും എവിടെയുണ്ട്? രാജസ്ഥാനിലുണ്ട്. ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. മക്രാനയുടെ പേര് ഓർത്തു വെക്കുക കേട്ടോ. കരകൗശല വ്യവസായം. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടെ പല ഗ്രാമങ്ങളിലും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നമാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാംപ് ഷേഡുകൾ, ഒട്ടകങ്ങളുടെ തോലുകൾ ഉപയോഗിച്ച് ലാംപ് ഷേഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഇനി ഊർജ ഉൽപാദനം. ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണുന്നില്ലേ നിങ്ങള്? ഇത് ജയ്സാൽമീറിലെ കാറ്റാടിപ്പാടമാണ്. വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ താർ മരുഭൂമിയിൽ പലയിടത്തുമുണ്ട്. സോളാർ പാനലുകൾ ഉപയോഗിച്ചും താർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഉപ്പ് കലർന്ന ജലം ശുദ്ധീകരിക്കാനാണ് ഈ ഊർജം കൂടുതലായും ഉപയോഗിക്കുന്നത്. അടുത്തത് വിനോദസഞ്ചാരം. താർ മരുഭൂമിയിലെ വിനോദസഞ്ചാരം പ്രധാന വരുമാന സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. അടുത്തത് ഹവാമഹൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അജ്മീർ ഫോർട്ട് ചോദിച്ചിട്ടുണ്ട്. ദിൽവാര
ജെയിൻ ക്ഷേത്രം ചോദിച്ചിട്ടുണ്ട്, റണക്പൂർ ജെയിൻ ക്ഷേത്രം ചോദിച്ചിട്ടുണ്ട് തുടങ്ങിയവ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. താർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയിലും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു. താപനില വേനൽക്കാലത്ത് 50°C വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നതോടൊപ്പം മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവ ഇവിടങ്ങളിലെല്ലാം ജനജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാക്കുന്നു. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല. കടുത്ത ചൂടിൽ ടാർ ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഒരു ജനവിഭാഗം പ്രകൃതിയോട് ഇണങ്ങി അതിജീവന സാധ്യമാക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മരുഭൂമികളെ അപേക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായി നമ്മുടെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ജനജീവിതമാണ് ഏറെ സുസ്ഥിരം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അധ്യായം. അതോടുകൂടി ഈ അധ്യായം കഴിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അധ്യായമാണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മരുഭൂമിയാണ് അല്ലെ, പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേ? ഇന്ദിരാഗാന്ധി കനാല്, അവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യങ്ങള്, അവിടുത്തെ എന്താ പറയാ വന്യജീവികള് അല്ലെ, അതുപോലെ തടാകങ്ങളെ കുറിച്ച് കുറേയധികം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടായി. മണ്ണിനെ കുറിച്ച് അല്ലെ, മാർബിളിനെ കുറിച്ച് അതൊക്കെ പഠിക്കേണ്ടായി. ശ്രദ്ധിച്ച് ടീച്ചർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ഓർത്ത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ മക്കളെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.